ഒക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ അക്രമം ദൗർഭാഗ്യകരമായ സംഭവമെന്ന് ക്ലിമിസ് ബാവ. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവർ വെറുപ്പ് മാത്രമേ സമ്പാദിക്കുകയുള്ളൂവെന്നും ക്ലിമിസ് ബാവ പറഞ്ഞു. ഇതൊക്കെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇത് എപ്പോൾ സംഭവിച്ചു, ആർക്ക് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് ഇങ്ങനെയുള്ള നമ്മളുടെ കോമൺ സെലിബ്രേഷൻസ്, പൊതുവായ ആഘോഷങ്ങൾ, എല്ലാവരും ആഘോഷിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ശരിയല്ല. അത് നമ്മളുടെ ഒരു പൊതുബന്ധത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു. അത് മനസ്സുകൾക്ക് എപ്പോഴും അത് അകൽച്ചയും ഒരു വെറുപ്പുമൊക്കെ സൃഷ്ടിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്താണ് അതുവഴി നേടുന്ന ഒരു നേട്ടം? തികച്ചും ദൗർഭാഗ്യകരമായ ഒരു അനുഭവമായിട്ടാണ് അതേക്കുറിച്ച് പറയുവാൻ കഴിയുക. RB സനൂപ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സനൂപ്, ഇന്ത്യയിലുടനീളം കേരളത്തിലടക്കം ഈ ക്രിസ്മസ് കരോൾ സംഘങ്ങൾക്കെതിരെ അക്രമം ഉണ്ടായത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. സംഘപരിവാർ അനുകൂലികൾ അല്ലെങ്കിൽ സംഘപരിവാറുകാർ തന്നെയാണ് ഈ അക്രമം നടത്തിയത്. ആ പേര് പരാമർശിക്കാതെയാണോ ക്ലിമിസ് ബാവ ഇത് ദൗർഭാഗ്യകരമെന്ന് മാത്രം പറയുന്നത്? ഇന്ത്യയിലെയും കേരളത്തിലെയും ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളിലാണ് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ അദ്ദേഹം ഒരു വരിയിൽ പോലും സംഘപരിവാർ എന്നോ അല്ലെങ്കിൽ RSS ആണോ ഈ അക്രമങ്ങൾക്ക് പിന്നിലെന്ന് ഉള്ള കാര്യം വ്യക്തമാക്കിയില്ല. പക്ഷേ ശക്തമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അപലപിക്കുകയാണ് ചെയ്തത്. ഇത്തരം സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവങ്ങളാണ്. ഈ എല്ലാവരും ആഘോഷിക്കുന്ന പരിപാടിയാണ്. അതിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വഴി അവർ വെറുപ്പ് മാത്രമേ സമ്പാദിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പാലക്കാട് വിഷയം നമ്മൾ കണ്ടതാണ്. അവിടെ കുട്ടികളായിരുന്നു ഈ കരോൾ സംഘവുമായിട്ട് പോയത്. അവർക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത്. അതിനെ പോലും ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഇന്നലെ BJP നേതാവ് ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായത്. ഇതിന്റെ അടക്കം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കേരളത്തിൽ ന്യായീകരണത്തിന് ഒരു കുറവും ഇല്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. കേക്കുമായൊക്കെ പലരും വരാറുണ്ട്. അവരോടൊക്കെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കാറുണ്ട്. പ്രതിഷേധവും വേദനയും അവരെയൊക്കെ തന്നെ അറിയിക്കാറുണ്ട്. പല ഉറപ്പും നൽകിയാണ് അവരൊക്കെ പോകുന്നത്. പക്ഷേ ആ ഉറപ്പുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, കൃത്യമായിട്ടുള്ള മറുപടിയും അതേപോലെ പ്രതിഷേധവും വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നും ക്ലിമിസ് ബാവ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തുടനീളം ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരായ അക്രമം ദൗർഭാഗ്യകരമെന്നാണ് ക്ലിമിസ് ബാവ പറഞ്ഞത്. വിവരങ്ങൾ നൽകിയത് RB സനൂപ്.